എന്നാൽ ഇന്ന് അള്ളാഹുവിനെ സത്യപ്പെടുത്തുന്നതിൽ, റസൂലിനെ സത്യപ്പെടുത്തുന്നതിൽ മുസ്ലിമീങ്ങൾ തന്നെ പല തട്ടിലാണ്. അവരിൽ പലരും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള പല അത്ഭുതങ്ങളും അവർ അംഗീകരിക്കുന്നില്ല. ഇസ്രാ മിഅ്റാജ് അംഗീകരിക്കാത്തവർ, ഭാവിയിൽ വരാനിരിക്കുന്ന പല കാര്യങ്ങളും ഖബറിൽ വെച്ച് നടക്കുന്നത്, മഹ്ശറിൽ വെച്ച് നടക്കുന്നത് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ പലരും അതിനെയും അതിൻ്റെ ഹദീസുകളെയും ഒക്കെ നിഷേധിക്കുകയാണ്. വസദ്ദഖ ബിൽ ഹുസ്ന നടക്കുന്നില്ല. പലരും തക്ദീബിലാണ്. അഖീദയിൽ പിഴവുണ്ട്, മൻഹജിൽ പിഴവുണ്ട്. പല ഹദീസുകളും അവർ തള്ളിക്കളയുകയാണ്. പരിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളുടെയും ആശയത്തെ അവർ ദുർവ്യാഖ്യാനിക്കുകയാണ്. കാരണം അവർക്ക് സത്യപ്പെടുത്താൻ തോന്നുന്നില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവരുടെ എല്ലാം കുടുംബങ്ങളിലും അവരുടെ ജീവിതത്തിൽ, അവരുടെ കച്ചവടത്തിലൊക്കെ പ്രതിസന്ധികൾ. രാവിനെ കൊണ്ടും പകലിനെ കൊണ്ടും സ്ത്രീയെയും പുരുഷനെയും ആകുന്ന സൃഷ്ടികളെ കൊണ്ടും അതിനെ സൃഷ്ടിച്ച രീതിയെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തു പറയാണ്. ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങളെ സത്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹു ഈ സത്യം പറയുന്നത്. നിങ്ങൾ നന്നായി നൽകുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൽ നിന്ന് വന്നതും റസൂല് പഠിപ്പിച്ചതിനൊക്കെ നിങ്ങൾ സത്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അള്ളാഹു എളുപ്പം തരും എന്ന് പറഞ്ഞാൽ 5 വക്ത് നമസ്കാരം അവർക്കൊരു ഭാരമായിരിക്കില്ല. സദഖ ചെയ്യൽ ഭാരമാവൂല, സക്കാത്ത് ഭാരമാവൂല, ഉംറയും ഹജ്ജും ഭാരമാവില്ല. എന്നാൽ ചിലരെ നിങ്ങൾ നോക്കൂ, എല്ലാ സൗകര്യവുമുണ്ട്, പക്ഷേ സൽക്കർമ്മങ്ങൾ അവർക്ക് ഭാരമാണ്. നമസ്കാരം അവർക്ക് ഭാരമാണ്, ഖുർആനോത്ത് ഭാരമാണ്, ദിക്റുകൾ ഭാരമാണ്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, എന്നാലും ഹജ്ജ് ചെയ്യാത്തവർ, ഉംറ ചെയ്യാത്തവർ, സമയമുണ്ട്, സന്ദർഭമുണ്ട്, ഒഴിവ് സമയമുണ്ട്, എന്നാലും ഖുർആൻ ഓതാത്തവർ, ദിക്റുകൾ ചൊല്ലാത്തവർ, എല്ലാം ഭാരമാണ്.